സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ന് ഈ YMCA ഹോളിലേക്ക് ഒത്തുചേരുവാൻ തക്കവണ്ണം ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തികൾക്കും കൊടുത്ത നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ കൂടിയിരിക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. YMCA എറണാകുളവും YMCA റീജിയനുമായി ഒത്തുചേർന്ന് നടത്തുന്ന ഇന്നത്തെ പ്രോഗ്രാമിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആധിപത്യത്തിൽ ഇന്ന് ചെറുപ്പക്കാർ ഈ വഴിവിട്ട് പോകുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ YMCAകൾക്ക് അവരെ നേരായ മാർഗത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം നീ വേണ്ടുന്ന പ്രചോദനവും ആത്മീയമായ കൃപകളും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്ത്യൻ സഭകൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ബിഷപ്പുമാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. YMCA കേരള റീജിയനിന്റെ സംയുക്തമായി പാരന്റ്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ടേബിൾ ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ചടങ്ങിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെല്ലാം മാറ്റം വരുത്തി എല്ലാവർക്കും ഓരോരുത്തർക്കും YMCAയുടെ റോള് പോലെ തന്നെ പേരൻസിനും ഈ സമൂഹത്തിലുള്ള ഓരോരുത്തരും ആ റോൾ ഏറ്റെടുത്താൽ മാത്രമാണ് നമ്മളുടെ ഈ കൊച്ചു കേരളവും ഈ രാജ്യവും നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു നല്ല ദിനം ഞാൻ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 2 പ്രോഗ്രാംസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, മെന്റലി ചാലഞ്ചായ കുട്ടികളെ അവരുടെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പേരന്റിംഗ് ക്ലാസ്, അതോടൊപ്പം തന്നെ റീജിയന്റെ മെഡിക്കൽ ബോർഡ് ആക്ടിവിറ്റീസിന്റെ ഉദ്ഘാടനവുമാണ്. അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തതിലുള്ള നന്ദിയും കടപ്പാടും റീജിയന്റെ എല്ലാ ഭാഗത്തും, പ്രത്യേകിച്ച് അലക്സാറില്ല ട്രഷററും മറ്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികളോട് അവരോടുള്ള നന്ദി ഒരു അവസരത്തിൽ പ്രകാശിപ്പിക്കാൻ ഈ അവസരം ദിവസത്തിന്റെ എല്ലാവിധമായ നന്മകളും ഞാൻ കൊണ്ട് ആരംഭിക്കട്ടെ. മാതാപിതാക്കൾക്ക് മക്കൾ പിറക്കുന്നത് തന്നെയാണ് വലിയ അനുഗ്രഹം. മക്കൾ പിറക്കാത്ത ഉദരം വരണ്ടുപോയ മാതാപിതാക്കളുടെ വേദന ഒരുപക്ഷെ നമ്മളിൽ പലരും കേൾക്കുന്നുണ്ടാകും, അറിയുന്നുണ്ടാകും. പിറക്കുന്ന മക്കൾ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളാണോ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണോ, ഇതൊക്കെ വിവേചിക്കുന്നത് മനുഷ്യരാണ്. എന്നാൽ ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ്. ഏത് മതവിഭാഗ ചിന്ത എടുത്താലും അവിടെയെല്ലാം പിറക്കുന്ന കുഞ്ഞുങ്ങൾ ജീവനുള്ള കുഞ്ഞുങ്ങളാണ്, ജീവൻ ദൈവികമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അവരുടെ ശാരീരിക മാനസിക പ്രത്യേകതകളുടെ പേരിൽ തരംതിരിക്കുന്നത് തന്നെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാണ്, അവരുടെ കയ്യിലാണ് ദൈവം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാതെ ഉള്ളൂ. ഈശ്വരന്റെ കയ്യിലുള്ള ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഈശ്വരൻ തേടുന്നത് അനുയോജ്യരായ മനുഷ്യരെയാണ്. അങ്ങനെ ഏറ്റവും അനുയോജ്യരായ മനുഷ്യര്, മാതാപിതാക്കള് നിങ്ങളാണെന്ന് കണ്ടിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഹൃദയശുദ്ധിയുള്ള, ഹൃദയ നൈർമല്യമുള്ള, ജീവിതത്തിൽ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ദൈവം ഏൽപ്പിക്കുന്നത്. ഞാൻ കുറെ അധിക നാളുകളായിട്ട് ബുദ്ധിപരമായ മനോവൈകല്യങ്ങളൊക്കെ പ്രയാസം അനുഭവിക്കുന്ന കുറെ മനുഷ്യരുടെ കൂടെ താമസിക്കുന്ന ഒരാളുകൂടെയാണ്. ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് നിഷ്കളങ്കരായ വിശുദ്ധ ജന്മങ്ങളാണ് ഞാൻ പരിചയപ്പെട്ട മുഴുവൻ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ. ലോകാരോഗ്യ സംഘടന ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് തുടക്കം കുറിച്ച 50 ശേഷം 76-ാം പ്രാവശ്യം ലോകം
ബേൽ കാത്തലിക് ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിനായി മുന്നോട്ട് വെച്ചിരിക്കുന്ന തീം ഹെൽത്ത് ഇന്ത്യയും ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സുമാണ്. YMCA കേരള റീജിയന്റെ ഒരു പ്രധാനപ്പെട്ട ബോർഡാണ് മെഡിക്കൽ ബോർഡ്. അതിന്റെ ചുമതലക്കാരനാണ് YMCA എറണാകുളം YMCAയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ ടെറി. അദ്ദേഹത്തെയാണ് റീജിയന്റെ മെഡിക്കൽ ബോർഡിന്റെ ചെയർമാനായി നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് മെഡിക്കൽ ബോർഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കുള്ള ഒരു ഓറിയന്റേഷൻ, അതേ തുടർന്ന് അവർക്ക് വേണ്ടുന്ന ആരോഗ്യ സഹായം നൽകുകയാണ് ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യം. നിങ്ങളെ സഹായിക്കുവാൻ കഴിയുന്നത് ഈ പ്രസ്ഥാനത്തിന് ഏറെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. വന്നിരുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ടെറി വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ ബോർഡിന്റെ ചുമതലയേൽക്കുകയും അദ്ദേഹം കേരളത്തിലെ 22 സബ് ഡിവിഷനുകൾക്കായി ഓരോ മെഡിക്കൽ ക്യാമ്പുകൾ നൽകാമെന്ന് ഏറ്റിരിക്കുകയാണ്. അത് അടുത്ത മാസത്തോടുകൂടി കേരളത്തിലെ 22 സബ് ഡിവിഷനിൽ നമ്മൾ 1-2 മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ട് ഈ മെഡിക്കൽ ബോർഡിന്റെ പ്രവർത്തനം ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പേരൻസിനും ഫ്രീ ആയിട്ടുള്ള ഒരു ഐ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. 12 മണിക്ക് ഇത് കഴിയുന്നതോടുകൂടി തന്നെ ഈ ഹാളിൽ വെച്ച് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ന് മെഡിക്കൽ ക്യാമ്പിന്റെ തുടക്കം എന്നോണം അത് ഇന്ന് എല്ലാ പേരൻസിനും അതുപോലെ ട്രീറ്റ്മെന്റിനും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും YMCA നിന്ന് ചെയ്തിട്ടുണ്ട്. YMCA കേരള റീജിയന്റെ മെഡിക്കൽ ബോർഡിന്റെ ഉദ്ഘാടന ചടങ്ങ്, അതുപോലെ തന്നെ ഇന്റലക്ച്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഇന്റലക്ച്വലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും എത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട എറണാകുളം YMCAയുടെ ചെയർമാൻ ഡോക്ടർ ടെറി തോമസ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള റീജിയന്റെ പ്രിയങ്കരനായ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അഭിനന്ദയ മെത്രാപ്പൊലീത്ത, റീജിയന്റെ ട്രഷറർ പ്രിയപ്പെട്ട അനിൽ ജോർജ്, അതുപോലെ തന്നെ എറണാകുളം YMCAയുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട മാത്യു മുണ്ട, ഈ എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ഇതുപോലെ ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പിതാവാണ്. ആ കുട്ടി ചലഞ്ചഡ് എന്ന് പറയുമ്പോൾ അവൻ വിഷ്വലി ചലഞ്ചഡായി. വർത്തമാന കാലഘട്ടത്തിൽ നോർമലായി കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ രക്ഷാകർത്താക്കളുടെ മനസ്സ് നോവുകയാണ്. തിരിച്ചു വരുമ്പോൾ MDMA ആണോ ഹൈബ്രിഡ് കഞ്ചാവാണോ എന്താണ് കയ്യിലെന്നോ ഉള്ളതെന്നോ മുഴുവൻ രക്ഷാകർത്താക്കളുടെ ഉള്ളിലുണ്ട്. വീട്ടിൽ വന്നാലും അവർ സ്നേഹിക്കുന്നത് മൊബൈൽ മാത്രം. അമ്മയോടോ അപ്പനോടോ സംസാരിക്കാൻ പോലും ആർക്ക് സമയമില്ല. എന്നാൽ ഞങ്ങൾക്ക് സ്നേഹം പകർന്നു വരുന്ന ഞങ്ങളുടെ ഈ കുട്ടികൾ ഞങ്ങളുടെ മനസ്സിന് ഏറെ സന്തോഷം വരുന്നതാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. വർത്തമാന കാലഘട്ടത്തിൽ ദൈവം തന്ന ദാനം, ആ ദൈവത്തിന്റെ സ്നേഹം നുകരുവാൻ ഈ കുട്ടികളുടെ നുകരുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. YMCA സംബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളുകൾക്കും ഞങ്ങൾക്കും എന്നും ഒരു താങ്ങും തണലുമായി
ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. കേരള റീജിയൽ ചെയർപേഴ്സൺ പ്രൊഫസർ എസ് തോമസ്, അഭിവന്ധ്യ തിരുമേനി, വേദിയിലായിരിക്കുന്ന മഹത് വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ ഞാൻ ഡോക്ടർ ദയ, ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആണ്. അതുകൂടാതെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസറുമാണ്. ഇതിവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിക്കുന്ന വലിയ സന്തോഷമുണ്ട്. അത് കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഈ എന്തെങ്കിലും ഒരു വെല്ലുവിളി നേരിടുന്ന ആൾക്കാർ ആ പേഷ്യൻസിനെ അല്ലെങ്കിൽ അവരെ അഡ്രസ് ചെയ്യാനാണ് നമ്മൾ വിളിക്കാറ്. ഇന്ന് YMCA വളരെ കൃത്യമായി ദേവിയെ പറഞ്ഞതുപോലെ അവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നിങ്ങൾ മാനസികമായി നേരിടുന്നുണ്ടെന്നുള്ളത് സൈക്കാട്രിസ്റ്റുള്ള നിലയ്ക്ക് എനിക്ക് വ്യക്തമായ കാര്യമാണ്. നിങ്ങൾ തന്നെ അഡ്രസ് ചെയ്യാൻ ഒരു അവസരം തന്നതിനും അങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തതിനും പ്രത്യേകിച്ച് ഞാൻ YMCA അഭിനന്ദിക്കുകയും അതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ആദ്യം പറയുന്ന കാര്യം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പിള്ളേരെ അറിയാം അല്ലേ? എനിക്ക് കൊണ്ട് 2 പിള്ളേർ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പിള്ളേരെ അറിയാം, അവരുടെ സ്വഭാവം അറിയാം, പ്രായം അറിയാം, അസുഖം വല്ലതും ഉണ്ടെങ്കിൽ അതറിയാം. നമ്മുടെ കുട്ടികളുടെ കാര്യത്തില് കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ പ്രത്യേകമായി അറിയുന്നുണ്ട്. ഡോക്ടർ അതാണ് ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്.